ഹലോ, ഞാൻ ഡോക്ടർ ഗാനപ്രിയ GP, ഇൻ്റർവെൻഷണൽ പൾമനോളജിസ്റ്റ് അറ്റ് SK ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ഡയഗ്നോസിസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പുതിയ എക്യുപ്മെൻ്റായ EBUS അഥവാ എൻഡോബ്രോങ്കിയൽ അൾട്രാസൗണ്ടിനെ കുറിച്ചാണ്. എന്താണ് EBUS അഥവാ എൻഡോബ്രോങ്കിയൽ അൾട്രാസൗണ്ട്? അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ബ്രോങ്കോസ്കോപ്പ് അല്ലെങ്കിൽ ബ്രോങ്കോസ്കോപ്പി ടെക്നീക്ക് എന്താണെന്ന് അറിയണം. ബ്രോങ്കോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാസ്ട്രോയിലെ എൻഡോസ്കോപ്പ് പോലെ തന്നെ ഒരു ലോങ് ട്യൂബാണ്. അതിൻ്റെ എൻഡിൽ ഒരു ക്യാമറ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മൂക്കിലൂടെയോ വായിലൂടെയോ പാസ് ചെയ്ത് നമുക്ക് ലങ്സ്, അതായത് ശ്വാസകോശം പരിശോധിക്കാനും നമുക്കത് സ്ക്രീനിൽ കാണാനും സാധിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ യൂഷ്വലി ഇൻഫെക്ഷൻസ്, ലങ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ മാലിഗ്നൻസി, ലങ് ക്യാൻസർ എന്നീ അസുഖങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. ഈ ബ്രോങ്കോസ്കോപ്പിൻ്റെ അഡ്വാൻസ് വേർഷനാണ് എൻഡോബ്രോങ്കിയൽ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ EBUS. സോ ഇത് EBUS നമ്മൾ ഉപയോഗിക്കുന്നത് മീഡിയാസ്റ്റിനൽ ലിംഫ് നോഡ് ഇവാലുവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ലങ്ങിൽ ചെറിയ ചെറിയ നോഡ്യൂൾസ് ഉണ്ടാകുമ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്യാനുമാണ്. ഈ മീഡിയാസ്റ്റിനൽ ലിംഫ് നോഡ്സ് അല്ലെങ്കിൽ ലങ് നോഡ്യൂൾസ് വരുന്നത് ട്യൂബർക്കുലോസിസ്, സാർക്കോയിഡോസിസ്, ലങ് ക്യാൻസർ, ഫംഗൽ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് എന്നീ രോഗങ്ങളിലാണ്. ഈ രോഗങ്ങളുള്ള പേഷ്യൻസ് നോർമലി കാണുന്ന സിംറ്റംസ് ആണ് ചുമ, ശ്വാസം മുട്ടൽ, ചില കേസിൽ നെഞ്ചുവേദന, അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ രക്തം വരാറ്, ചില സമയം പനിയൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത് നമ്മൾ ഈ പേഷ്യൻസിൻ്റെ CT സ്കാൻ എടുക്കുമ്പോഴാണ് മീഡിയാസ്റ്റിനൽ ലിംഫ് നോഡ്സ്, അതായത് രണ്ട് ശ്വാസകോശത്തിൻ്റെയും ഇടയിലുള്ള ലിംഫ് നോഡ്സും അല്ലെങ്കിൽ ലങ്ങിൽ നോഡ്യൂൾസും ഒക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് EBUS സഹായിക്കുന്നു. EBUS രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് കോൺവെക്സ് പ്രോബ് EBUS, വേറൊന്ന് റേഡിയൽ EBUS. ഈ കോൺവെക്സ് പ്രോബ് EBUS യൂഷ്വലി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ മീഡിയാസ്റ്റിനൽ ലിംഫ് നോഡ് ഇവാലുവേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇത് നമ്മുടെ ബ്രോങ്കോസ്കോപ്പ് പോലെ തന്നെ ഒരു ലോങ് ട്യൂബാണ്. അതിൻ്റെ എൻഡിൽ ഒരു അൾട്രാസൗണ്ടിൻ്റെ ട്രാൻസ്ഡ്യൂസർ അറ്റാച്ച്ഡ് ആണ്. ഇത് നമ്മൾ വായിൽ കൂടെ പാസ് ചെയ്ത് ശ്വാസകോശത്തിൽ എത്തിയിട്ട് നമുക്ക് ആ അൾട്രാസൗണ്ട് പ്രോബ് വഴി ഈ ലിംഫ് നോഡ്സ് നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നു. അതേസമയം റിയൽ ടൈമായിട്ട് നമുക്ക് നീഡിൽ പാസ് ചെയ്ത് ആ ലിംഫ് നോഡിൻ്റെ സാമ്പിൾ എടുക്കാനും സാധിക്കുന്നു, അതിൻ്റെ ബയോപ്സി എടുക്കാനും സാധിക്കുന്നു. അങ്ങനെ ഈ അസുഖങ്ങൾ, TB, സാർക്കോയിഡോസിസ്, ഈവൻ ലങ് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാനും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനും EBUS നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ടൈപ്പാണ് റേഡിയൽ പ്രോബ് EBUS. ഇതൊരു ലോങ് പ്രോബാണ്. അതിൻ്റെ എൻഡിൽ ഒരു അൾട്രാസൗണ്ട് അറ്റാച്ച്ഡ് ആണ്, ട്രാൻസ്ഡ്യൂസർ അറ്റാച്ച്ഡ് ആണ്. അത് 360 ഡിഗ്രി റൊട്ടേറ്റും ചെയ്യും. ഇത് നമ്മൾ ബ്രോങ്കോസ്കോപ്പ് പാസ് ചെയ്തിട്ട് അതിൽ കൂടെ ഈ റേഡിയൽ പ്രോബ് പാസ് ചെയ്യും. എന്നിട്ട് നമ്മൾ CT സ്കാനിൽ കാണുന്ന ആ നോഡ്യൂൾ, ലങ്ങിൻ്റെ പെരിഫറിയിലുള്ള ചെറിയ നോഡ്യൂൾ, ഇൻഫാക്ട് ഇവൻ ലെസ് ദാൻ 1 സെൻറ്റിമീറ്റർ നോഡ്യൂൾ വരെ ഈ റേഡിയൽ പ്രോബ് വഴി നമുക്ക് ഡിറ്റക്ട് ചെയ്യാനും, അത് ഡിറ്റക്ട് ചെയ്യുമ്പോൾ സ്ക്രീനിൽ നമുക്ക് അൾട്രാസൗണ്ട് ഇമേജ് കിട്ടുകയും അത് നമുക്ക് മാർക്ക് ചെയ്ത് അത് ബയോപ്സി എടുക്കാനും സാധിക്കുന്നു. അത് നമുക്ക് സെയിം TB അല്ലെങ്കിൽ സാർക്കോയിഡോസിസ്, ഈവൻ ലങ് ക്യാൻസർ പോലുള്ള അസുഖങ്ങളിൽ ഏർലി സ്റ്റേജിൽ തന്നെ ഡയഗ്നോസ് ചെയ്യാനും അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. EBUSൻ്റെ സഹായത്തോടെ നമുക്ക് ലങ് ക്യാൻസർ സ്റ്റേജ് ചെയ്യാനും സാധിക്കുന്നതാണ്. അത് ഏർലി സ്റ്റേജ് ആണോ അഡ്വാൻസ് സ്റ്റേജ് ആണോ എന്നുള്ളതും നമുക്കറിയാൻ പറ്റുന്നു. EBUS പ്രൊസീജിയറിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് അതൊരു ഡേ കെയർ പ്രൊസീജിയറാണ്, ലെസ് ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. കോംപ്ലിക്കേഷൻ റേറ്റ്സ് വളരെ വളരെ കുറവാണ്. നമുക്കൊരു ചെറിയ സെഡേഷണൽ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുന്നു. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വളരെ മുന്നേ തന്നെ ഡിറ്റക്ട് ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും അതിലൂടെ രോഗിക്ക് സുഖം പ്രാപിക്കാനും സാധിക്കുന്നു. താങ്ക് യു.